കുരങ്ങനും മണ്ടനായ മുതലയും. നദീതീരത്തുള്ള ഒരു ഞാവൽ മരത്തിൽ വസിക്കുന്ന കുരങ്ങനാൽ കബളിപ്പിക്കപ്പെട്ട മുതലയുടെ ഭാര്യ എങ്ങനെയെങ്കിലും കുരങ്ങനെ പിടിക്കണം എന്ന് ആലോചിച്ചു. നദി കടന്നു ചെല്ലാനായി കുരങ്ങൻ നദിയിലുള്ള ചെറിയ പാറകളിലൂടെ ചാടിക്കടക്കാറുണ്ട്. ഒരു ദിവസം ആ കുരങ്ങനെ പിടിക്കാൻ ഞാനൊരാശയം പറയാം, കേൾക്കൂ. ഒരാശയം എനിക്ക് കേൾക്കണ്ട. ഞാൻ കൊണ്ടുവരുന്ന മീനുകളെ പാചകം ചെയ്ത് തന്നാ മാത്രം മതി. ഇത്തവണ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം നല്ല ഒരാശയം ഞാൻ പറഞ്ഞു തരാം, ഉറപ്പാ. ഇരുവരും സാവധാനം കുരങ്ങന്റെ വാസസ്ഥലത്തിനരികിലെത്തി. ഈ നദിയിലുള്ള ചെറിയ പാറകൾ കണ്ടോ? ഈ കൊച്ചു പാറകളിലൂടെ ചാടിച്ചാടിയാണ് കുരങ്ങൻ അക്കരെ ഇക്കരെ പോകാറുള്ളത്. ഒന്ന് മെല്ലെ പറ, കുരങ്ങൻ കേട്ടാലോ. രാവിലെ വല്ലതും കഴിച്ചിട്ട് അക്കരയ്ക്ക് പോകും. ആ സമയത്ത് നിങ്ങൾ വെള്ളത്തിൽ പാറക്കല്ല് പോലെ കിടക്കണം. പാറയാണെന്ന് കരുതി നിങ്ങളുടെ മുതുകിൽ കാൽ വെക്കുമ്പോൾ അവനെ കൊന്നേക്ക്. നല്ല ആശയം തന്നെ. പിറ്റേന്ന് കുരങ്ങൻ നദി കടക്കുമ്പോൾ, എന്താണിത്? ഈ പാറക്കല്ല് ഇവിടെ പുതിയതാണല്ലോ. ഇത് മുതലയാകാനാണ് സാധ്യത. ധൃതി പിടിക്കാൻ പാടില്ല, സൂക്ഷിച്ച് പ്രവർത്തിക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ച കുരങ്ങന് ഒരാശയം ഉദിച്ചു. അത് പാറക്കല്ലിനെ നോക്കിക്കൊണ്ട്, സുപ്രഭാതം പാറ സുഹൃത്തെ, സുഖം തന്നെയല്ലേ? സുഹൃത്തെ, താങ്കളോടാണ് ചോദിച്ചത്, സുഖം തന്നെയല്ലേന്ന്. എന്തു പറ്റി ഇന്ന്? എന്താ സംസാരിക്കാത്തത്? ഞാൻ എന്തെങ്കിലും താങ്കളോട് തെറ്റ് ചെയ്തോ? എന്താ ഇത്? ഒരുപക്ഷെ പാറക്കല്ലും സംസാരിക്കാറുണ്ടോ? ശരി, ഞാനും സംസാരിച്ചേക്കാം. എന്താ സുഹൃത്തെ? എന്താ ഇന്ന് പതിവ് പോലെ അല്ലാതെ നീ വലുതായിരിക്കുന്നല്ലോ? ഞാൻ പാറക്കല്ലല്ല, മുതലയാ. നിന്നെ പിടിക്കാനാ വന്നിരിക്കുന്നത്. എന്റെ ഊഹം വളരെ ശരിയാണ്. ഉടനെ എന്തെങ്കിലും ചെയ്യണം. അത് തിന്നാനായി വായ തുറക്കുമ്പോൾ കണ്ണുകൾ അടയ്ക്കുമല്ലോ. ശരി മുതലച്ചാരെ, നിങ്ങൾ വായ നല്ലോണം തുറക്കുകയാണെങ്കിൽ ഞാൻ നേരെ വായ്ക്കകത്തേക്ക് ചാടിക്കോളാം. ശരി, ഞാൻ തുറക്കാം. മുതല തന്റെ വായ തുറന്ന ഉടനെ കണ്ണുകൾ അടച്ചു. ഉടനെ കുരങ്ങൻ മുതലയുടെ മുതുകിൽ ചവിട്ടി ചാടിക്കടന്ന് മറുകരയിൽ എത്തിച്ചേർന്നു. മുതല തന്റെ അബദ്ധം മനസ്സിലാക്കി. മണ്ടച്ചാരെ, നിനക്കെന്നെ ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. അടുത്ത തവണ വിജയിക്കാൻ നിനക്ക് എന്റെ ആശംസകൾ. മണ്ടന്മാർക്ക് ബുദ്ധിയില്ല.